പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ആ വീഡിയോയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 1993-95 കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ്. അതിൽ ഉദ്ഘാടനം പന്തളം ബാലൻചേട്ടനാണ്. പന്തളം ബാലൻചേട്ടനെ അറിഞ്ഞൂടാത്ത ആരും തന്നെയില്ല. കാരണം ആ കാലഘട്ടത്തിൽ പന്തളം ബാലൻചേട്ടൻ്റെ ഗാനമേള എന്ന് പറഞ്ഞാൽ ഏത് കുട്ടികളും അച്ഛൻ, അമ്മ, അങ്ങനെ എല്ലാ പേരും ഉറക്കമൊഴിഞ്ഞ് ഉത്സവപ്പറമ്പിൽ പോയി കാണാൻ കാത്തിരിക്കുന്ന ഒരു ഗായകനാണ് പന്തളം ബാലൻചേട്ടൻ. പിന്നെ മുഖ്യ അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീ പ്രമോദ് ദാസ് ആണ്. കുടപ്പനക്കുന്നിലാണ് താമസിക്കുന്നത്. പ്രമോദ് ദാസ് എന്ന് പറയാൻ പെട്ടെന്ന് മനസ്സിലാവില്ല. മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി വമ്പർ ചിരിയിലെ മെയിൻ കോമഡി താരമാണ് പ്രമോദ്. സ്കൂള് പേരൂർക്കട കൺകോടി സ്കൂളാണ്. ഓർമ്മകൾ ഓടിക്കളിക്കാനെത്തുന്ന ഒരു കാര്യം, അതാണ് സ്കൂൾ ജീവിതം. കുസൃതികളും തമാശകളും പിണക്കങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന ഒരു കാലം. നമ്മുടെ പഴയ കാല കഥ പറയുന്ന, ഒരിക്കലും ആർക്കും മറക്കാനാവാത്ത വീട്ടിലെ കഷ്ടപ്പാടുകളും പട്ടിണികളെല്ലാം ഓർക്കുന്ന ആ കാലഘട്ടം. ഒരു ബുക്ക് വാങ്ങാൻ പോലും അച്ഛനോട് പലവട്ടം കാശ് ചോദിച്ച് വാങ്ങുന്ന ആ കാലഘട്ടം. മാവിൻ ചുവട്ടിൽ ടീച്ചർ പഠിപ്പിക്കാൻ കൊണ്ടുപോയിരുത്തുമ്പോൾ ഒരുപാട് കുസൃതികൾ കാണിച്ചും കഥകൾ പറഞ്ഞും ചിരിച്ചും കളിയാക്കിയും നടന്നിരുന്നൊരു കാലമാണ്. നമ്മുടെ കയ്യെത്തും ദൂരെയാണ് ആ കുട്ടിക്കാലം. ഒരിക്കലും തിരിച്ചു വരാത്ത ആ കാലഘട്ടം. മഴ പെയ്യുമ്പോൾ വാഴയില വെട്ടി പിടിച്ചുകൊണ്ട് ഒന്നിച്ച് നനഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകുന്ന ആ കാലഘട്ടം. അങ്ങനെ പറയാൻ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന, ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ആ കുട്ടിക്കാലമാണ് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന പേരിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ഒന്നിച്ച് ആഹാരം കഴിച്ചും നാരങ്ങ മുട്ടായി കഴിച്ചും അച്ചാറ് കഴിച്ചും ഒന്നിച്ച് കളിയാടി പ്രായം പോലും നോക്കാതെ പാട്ടും ആട്ടവും ഡാൻസും കുറേ തമാശകളൊക്കെ പറഞ്ഞ് അവരുടെ കുട്ടിക്കാലത്തെ ഒന്നുകൂടെ ഓർക്കാനും തിരിച്ചെടുക്കാനുമാണ് നമ്മുടെ സ്കൂൾ ജീവിതം. ആ പൂർവ്വ സംഗമത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പന്തളം ബാലൻചേട്ടൻ ഒരുപാട് പാട്ടുകളൊക്കെ പാടി, ശ്രീ പ്രമോദ് നല്ല കോമഡികളൊക്കെ അവതരിപ്പിച്ചു. വളരെ ഗംഭീരമായി എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും വളരെ ആടിപ്പാടി വളരെ സന്തോഷമായി ആ കൂടിക്കാഴ്ചയിൽ അവരെ മനസ്സ് നിറഞ്ഞ ആ കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തി ഈ വീഡിയോയിലാണ്. ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമുക്കെല്ലാവർക്കും പ്രോത്സാഹനം കൊടുക്കാം. ആദരിക്കൽ ചടങ്ങും എല്ലാം നമുക്ക് വീഡിയോ നോക്കാം.